1970-കളിൽ തന്നെ തുടരുന്ന കടുത്തുരുത്തി. മോൻസ് ജോസഫ് MLAയുടെ നുണപ്രചരണങ്ങൾക്ക് ചുട്ട മറുപടിയുമായി സ്റ്റീഫൻ ജോർജ്. കഴിഞ്ഞ 25 വർഷക്കാലമായി കടുത്തുരുത്തിയുടെ വികസനം മുരടിപ്പിച്ച ഈ നാടിനെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തള്ളിവിട്ട മോൻസ് ജോസഫ് MLAയ്ക്ക് സത്യസന്ധമായ ഒരു വികസന പ്രവർത്തനം പോലും ചൂണ്ടിക്കാണിക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്റ്റീഫൻ ജോർജ് MLA ആയിരുന്നപ്പോൾ ആരംഭിച്ച ബൈപ്പാസ് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് 22 വർഷം എടുത്തത് തന്നെ മോൻസിന്റെ ഭരണപരമായ അനാസ്ഥയുടെ തെളിവാണ്. ആരുടെയൊക്കെയോ ലാഭത്തിനു വേണ്ടിയല്ലേ ബൈപ്പാസ് റോഡ് വളഞ്ഞു പുളഞ്ഞ് ഒരു കോലത്തിലായത് എന്നതും ജനങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സ്റ്റീഫൻ ജോർജ് കൊണ്ടുവന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് ഇന്നുവരെ ഒരു സ്ഥിരം കെട്ടിടം നിർമ്മിച്ചു നൽകാൻ പോലും സാധിച്ചിട്ടില്ല. 20 വർഷമായിട്ടും ഇന്നും ആ വകുപ്പ് ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് ദൗർഭാഗ്യകരമാണ്. അതിന്റെ വാടക തുക എത്രയാണെന്നും ആ കെട്ടിടം ആരുടെ പേരിലാണെന്നും അന്വേഷിച്ച് അതിന്റെ പിന്നിൽ അഴിമതി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുക തന്നെ വേണം. മുട്ടുചിറ എഴുമാന്തുരുത്ത് റോഡിന്റെയും അറുന്നൂറ്റിമംഗലം റോഡിന്റെയും ദുരവസ്ഥ ഭരണപരമായ പരാജയങ്ങളുടെ മറ്റൊരു തെളിവാണ്. ഇങ്ങനെ അനവധി ഭരണപരമായ വീഴ്ചകളാണ് മണ്ഡലത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. വർഷത്തിന്റെ 4/1 സമയവും MLA വിദേശ പര്യടനത്തിലാണ്. വെറുമൊരു MLA മാത്രമായി അദ്ദേഹം തുടർച്ചയായി വിദേശയാത്രകൾ നടത്തുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണെന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. MLAയുടെ ഇങ്ങനെയുള്ള അനാവശ്യ വിദേശയാത്രകൾ എന്തിനെന്നറിയാനുള്ള അവകാശം മണ്ഡലത്തിലെ വോട്ടർമാർക്കുണ്ട് എന്ന കാര്യം MLA മറക്കാൻ പാടില്ല. ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ സേവകനാണ്, അല്ലാതെ മുതലാളിയല്ല. നാടിന്റെ വികസനത്തിനു വേണ്ടി കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താതെ കല്യാണങ്ങൾ, നൂലുകെട്ട്, കയറിത്താമസം തുടങ്ങിയ ചടങ്ങുകളിൽ മാത്രം പങ്കെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കൊണ്ട് ജനങ്ങളെ ഇനിയും വഞ്ചിക്കാനാകില്ല. കടുത്തുരുത്തിയിലെ ജനങ്ങൾ ഇനി കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണ്. നാടിന്റെ യഥാർത്ഥ വികസനത്തിനായി പ്രവർത്തിക്കുന്ന നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള സമയം. നിങ്ങളെടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം വീണ്ടും നമ്മുടെ കടുത്തുരുത്തിയെ തളർത്തുകയുള്ളൂ എന്ന ബോധ്യത്തോടെയാകണം ഇത്തവണ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത്.